സുഖമായിരിക്കുന്നില്ലേ? ഞാനിന്ന് ചെറിയൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഗോതമ്പ് റവ വെച്ചൊരു ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളൊരു സ്റ്റൗവിൽ ഒരു കുക്കർ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ഡയറ്റിങ്ങിലങ്ങാണെങ്കിൽ നെയ്യ് ഒഴിക്കാം. ഞങ്ങളിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇടുക കേട്ടോ. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് കടുക് പൊട്ടാൻ പോവാണ്. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം വെജിറ്റബിൾസ് ഇടുക. കുറച്ച് ക്യാരറ്റ്, പിന്നെ ജിഞ്ചർ, ഒനിയൻ, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇടുക കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം വഴറ്റണം. അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വഴറ്റണം കേട്ടോ. തീ കൂട്ടി വെക്കാം, നന്നായിട്ട് ഇളക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കരിയുന്ന തോന്നുവാണ് ലോ ഫ്ലെയിമിൽ ഇടാം കേട്ടോ. കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഗോതമ്പ് റവ ഇടാം കേട്ടോ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗോതമ്പ് റവയാണ്. സൂചി റവ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമ്മളിവിടെ ഗോതമ്പ് റവ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഗോതമ്പ് റവയാണ് ഇടുന്നത്. നന്നായി വഴറ്റിയ ശേഷം ഗോതമ്പ് റവ കേട്ടോ. അത് അളന്ന് ഇടാം. നമ്മളൊരു ഗ്ലാസ്സാണ് ഇടുന്നത്. ഒരു ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കും കേട്ടോ. ആദ്യം റവ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ഇളക്കണം. ഒന്ന് ഫ്രൈ ആവണം. അത് നമ്മുടെ വെജിറ്റബിൾസ് ഓയിലെല്ലാം കൂടെ ഇതായിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കടലപ്പരിപ്പ് ഇടാം. നമ്മൾ ഇടുന്നുണ്ട് കടലപ്പരിപ്പ്. കുറച്ച് കടലപ്പരിപ്പിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കേട്ടോ. ഉപ്പുമാവിൻ്റെ റെസിപ്പി നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഒറിജിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പഠിച്ചവരാണ്. സോ ഒരുപാട് പേര് വ്യത്യസ്ത സ്റ്റൈലിലാണ് ഓരോ ഉപ്പുമാവും ഉണ്ടാക്കുന്നത്. സോ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഈ സ്റ്റൈലിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റൈൽ ഉണ്ടാക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വെള്ളമാണ് ഒഴിക്കുന്നത്. 2.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ അതേ സെയിം റവ അളന്ന് സെയിം കപ്പിൽ നമ്മൾ 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിക്കട്ടെ. കുറച്ച് ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ ശരിക്കും നമ്മുടെ റെസിപ്പി അല്ലാത്തതുകൊണ്ട് പലതരം റെസിപ്പീസ് നമുക്ക് കിട്ടും. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും ഓരോ ഗ്രാമങ്ങളും ഓരോ നാട്ടുകാരും ഉണ്ടാക്കുന്ന റെസിപ്പീസ് മാറ്റങ്ങളായിരിക്കും കേട്ടോ. ഇത് ഗോതമ്പ് റവ വെച്ചിട്ടുള്ള ഉപ്പുമാവാണ്. അതുകൊണ്ട് ഈ സ്റ്റൈലിൽ. പക്ഷെ ഞങ്ങളെല്ലാം ഈ വേറെ സ്റ്റൈലും ഉപയോഗിക്കാറുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് വേറെ നെയ്യ് ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് മൂന്ന് വിസിൽ കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിക്കാം. ഇതാണ് നമ്മളെ ഉപ്പുമാവ് കേട്ടോ. താങ്ക് യു.